ഗുഡ് മോർണിംഗ്. സിനിസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് കുറഞ്ഞ സ്പേസിൽ അടുക്കളയോട് ചാരി തന്നെ നമുക്ക് വേസ്റ്റ് കുഴി നിർമ്മിക്കണമെങ്കിൽ അത് എങ്ങനെ നിർമ്മിക്കാമെന്നും ഒരു മണവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേസ്റ്റ് കുഴി നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ തരുക. ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് ഉണ്ടാക്കിയ ആൾ തന്നെ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണുക. ഇതുപോലെ നിങ്ങളും നമുക്ക് എല്ലാവർക്കും കൂടുതൽ സ്പേസ് ഉണ്ടാവില്ലല്ലോ. കുറഞ്ഞ സ്പേസുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു വേസ്റ്റ് കുഴി നിർമ്മിക്കാൻ പറ്റിയ ഒരു രീതിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. ഉപകരിക്കുന്ന ആളുകളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൾ തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ണ് കിട്ടും. കറക്റ്റോടെ പൈപ്പ് കണ്ണ് കിട്ടും. ആയോ? ഹലോ, നമസ്കാരം. നമ്മൾ അബ്ദുൽ കരിക്കോട്. ഇപ്പം പേരെന്തായിരുന്നു? സിനി മാഡത്തിൻ്റെ വീട്ടിലാണെന്ന് 4 കുഴി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ 1 മീറ്ററേ പാടുള്ളൂ. 1 മീറ്റർ സ്ക്വയറിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കുടുംബത്തിന് ഒരു 8 വർഷത്തിലേക്ക് ഇത് മതി. 1 മീറ്റർ എന്ന് പറയാൻ കാരണം നമ്മുടെ മണ്ണിൽ വിഘാടകരുള്ളത് 1.5 മീറ്ററാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിത് കോൺക്രീറ്റിലാണ് ചെയ്ത് കൊടുത്തത്. കമ്പില്ലാത്ത കോൺക്രീറ്റ് റിങ് വേണം കേട്ടോ. കമ്പില്ല റിങ് വെക്കരുത്. അത് പിന്നീട് ഒന്നായിട്ട് അങ്ങനെ ഇതിൽ ഒരുപാട് കെമിക്കലുണ്ട്, അത് കേടുവന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ കമ്പില്ലാത്ത റിങ് വർക്ക്. അല്ലെങ്കിൽ സ്ഥലമുള്ളതുകൊണ്ടാണ് വെട്ടുകല്ലുകൊണ്ട് കെട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഉള്ളിൽ ഓളില്ലാത്ത ബ്രിക്സ് കൊണ്ട് കെട്ടിയെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അത് അപ്പുറത്ത് കാണാം. ആ റിങ്ങിൻ്റെ 4 ഇഞ്ച് കനത്തിലുള്ള ഒരു കോൺക്രീറ്റിൻ്റെ മൂടി 8 ഇഞ്ച് പൈപ്പൊക്കെ അതിന് ആദ്യം തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ അപ്പോൾ ഇങ്ങോട്ട് എടുക്കാം. വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ ഇവിടെ എങ്ങനെ അത് വെറുതെ വെച്ചതാണ്. ഇങ്ങനെ ഊരിയെടുക്കാം. കാണില്ലേ? അതാണ് കാണുന്നുണ്ട്. ഇങ്ങനെ ഊരിയെടുക്കാം. അതാണ് ഇതിനിങ്ങനെ മൂടി വെക്കൽ. ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ മൂടി. കറക്റ്റ് അടപ്പായി. കണ്ടോ? കറക്റ്റ് അടപ്പായി. നമ്മൾ അടുക്കള മാലിന്യമൊക്കെ ഒരു 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റിൽ അടുക്കളയിൽ വെക്കുക. അടുക്കളയിൽ നമ്മൾ ഫ്രൂട്ട്സ് വേസ്റ്റ്, പഴത്തൊലിയും പച്ചക്കറി വേസ്റ്റൊക്കെ അങ്ങനെ ഇട്ടേക്കുക. അല്ലാതെ മത്സ്യാംശങ്ങളാണെങ്കിൽ ലൈവ് ഇട്ട് കൊടുക്കുക. മറ്റേത് ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ ബക്കറ്റിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഓപ്പണിങ് കുറക്കുക, യൂസിങ് കൂട്ടുക. അതാണ് സിസ്റ്റം. അതിലേക്ക് പോകരുത് കൂടുതൽ. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് എയർ വരാത്തതുകൊണ്ട് ഇതിനകത്ത് ദ്രവിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണ് വാസന ഉണ്ടാവുക. ചെയ്യുമ്പോൾ വാസന ഉണ്ടാവും, ദ്രവിക്കുമ്പോൾ വാസന ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേക സിസ്റ്റം കൊണ്ട് ദ്രവിപ്പിക്കുക ചെയ്യും. അപ്പോൾ ആ ദ്രവിച്ച് പിന്നെ ഇതിനകത്ത് കൂറകൾ വരും, പാറ്റകളൊക്കെ. അതൊന്ന് കുട്ടികൾ വരണം ഓട്ടോമാറ്റിക്കായി. അപ്പോൾ കൂറകൾക്ക് ഏറ്റവും മൈന്യൂട്ട് ഓക്സിജൻ മതി. അപ്പോൾ അവരുടെ അവസ്ഥയായിട്ട് ഇതൊക്കെ ദ്രവിപ്പിച്ച് പോയിക്കോളും. ക്ലിയറാണ്? അങ്ങനെ ദ്രവിച്ച് പോയിക്കോളും. നമ്മൾ അടുക്കള മാലിന്യങ്ങൾ കൊണ്ടിടാൻ ഒരിക്കലും അല്പം ഒരു വാസന ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അടുക്കള നാപ്സ് ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് ഇടരുത്. പിന്നെ നമ്മളെ കുപ്പിച്ചില്ലുകളൊന്നും ഇടരുത്. പിന്നെ എരുമ്പിൻ്റെ തോടും കക്കയുടെ തോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലോക്ക് ആവും. അപ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് പുറത്തിടാൻ നല്ല. ഇവിടെ കുഴപ്പമുണ്ടല്ലോ, അത് അങ്ങനെ നിൽക്കും. കുപ്പിച്ചിലിട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഇപ്പോൾ കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ കുടുംബശ്രീക്കാരുണ്ടല്ലോ. പിന്നെ നാപ്കിൻസ് മാത്രമേ നമ്മൾ കണ്ടിട്ട് സക്സസ് ആയി തോന്നില്ല. പിന്നെ ഇതിന് ആകെ ഒരു വെല്ലുവിളി എന്താ വെച്ചാൽ ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു കപ്പ് ചാരം വെണ്ണൂർ ഇട്ട് കൊടുക്കണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ചാണകം കിട്ടാൻ പ്രയാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേർത്തിട്ട് അതുകൊണ്ടാണ്. നല്ല വെയിലാണ്.
അപ്പോൾ അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിന് എത്ര ആഴം വരെ പറ്റും നമുക്ക്? അല്ല, 1 മീറ്ററിൽ കൂടുതൽ ഒരിക്കലും പാടില്ല. ഇത് മാക്സിമം 1.10 1 മീറ്റർ കുഴിയും 10 സെന്റിമീറ്റർ ഇതും. കാരണം 1.5 മീറ്ററിൽ കൂടാൻ പാടില്ല. കൂടി കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിപ്രവർത്തനം എക്കോസിസ്റ്റം നഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഫുള്ളത്. അത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ യാതൊരു വാസന ഇല്ല. നമ്മള് അല്ല, നമുക്ക് റിമൂവ് ചെയ്യുമ്പോ ഈ അടപ്പ് എന്തൊക്കെയാ ഇത് ഊരി കിട്ടും. തൽക്കാലം ഒട്ടിക്കണല്ലോ. ഇത് ഊരി കിട്ടും, അത് ഊരി കിട്ടും. ഇവിടെ കട്ട വെക്കണേ, കട്ട മാറിയിട്ട് അത് നമ്മൾ വെക്കണല്ലോ. അത് ഊരിയെടുക്കുക. ഒരു ഊരിയിട്ട് ഇതിൽ ഇറങ്ങാല്ലേ? 2 മണിക്കൂർ ഇറങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം തൂമ്പാണെങ്കിൽ കരയുന്നപ്പോൾ ഞാനൊന്നും എൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല. നമ്മൾ പോയെടുക്കാം. അങ്ങനത്തെ അല്പം പോലും വാസന ഉണ്ടാവില്ല. നമ്മൾ നനഞ്ഞ ചാരത്തിന് എത്ര വാസന ഉണ്ടോ അത്ര വാസന വരുള്ളൂ. അത് ദ്രവിക്കുന്നതിന്റെ കാരണം കൊണ്ടേ. അപ്പൊ ആ സിസ്റ്റത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് 2 സെന്റിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ആ 1.20 ഉള്ളൂ. ആ 1.20 ഗ്യാപ്പില്ല നമുക്ക്. ആകെ ഇവിടെ സ്ഥലം 1.20. ഇതിപ്പോ എന്റെ വീട്ടിൽ ചെയ്ത അതേമാതിരി. എന്റെ വീട്ടിൽ ഇതേ സംവിധാനം. ഒരു അടുക്കള ഭാഗത്ത് 1 മീറ്റർ പുറത്താണ് ചെയ്തത്. അപ്പൊ നമ്മൾ വാസനയ്ക്കൊന്നും ഭയം വേണ്ട. മത്സ്യാംശങ്ങൾ ലൈവ് ഉപയോഗിച്ചുകൊണ്ട് മറ്റത് എന്ത് ചെയ്യാം, 4 ദിവസം കൂടുമ്പോൾ. പിന്നെ എന്താ വെച്ചാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ മൂടി നമ്മൾ അധികം ഇത് നമ്മൾ ഈ നോർമൈൻഡ് ആയിട്ട് ഇത് ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് ഓക്സിജൻ കയറും. ഓക്സിജൻ കയറുമ്പോൾ വാസന വരും. അല്ല, ഈ മൂടിക്കിന്റെ മീത് നമ്മൾ കവർ എന്തെങ്കിലും കറക്റ്റ് ചെയ്താൽ അത് ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൊടുത്താൽ ഒന്നുകൂടി ലൂസായി കിട്ടും. അല്ല, ഇത് അത് വേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, കറക്റ്റ് ഇത്ര ഇതിൽ നിന്നോളൂ. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ ഇത് തുറന്നു വെച്ചാൽ ഇതിനകത്തുള്ള പാറ്റും കൂരൊക്കെ പുറത്ത് വരും. അത് വരാൻ പാടില്ല. പാറ്റും കൂരൊക്കെ അവിടെ അതിന് മരുന്നൊന്നും അടിക്കേണ്ട. അത് അവരവിടെ ആവാസം ഒരിക്കലും അവർ പുറത്ത് വരും. വിഘടിച്ച് പോകാൻ പഠിക്കാം നാച്ചുറലായിട്ട്. ഓക്കെ, നന്ദി, നമസ്കാരം. ഹായ് ഗേസ്. അപ്പൊ ഇതാണ് നമ്മുടെ അല്ല എന്റെ മോനാ അല്ല ഇവന്റെ ഏട്ടന്റെ കല്യാണ. നിങ്ങളാണ് പുറത്തു പോകണം പറഞ്ഞാൽ ഇത്രയും മനോഹരമായ നാട്ടിൽ നിങ്ങളെയാണ്. അപ്പൊ ഇതാണ് നമ്മളെ വേസ്റ്റിന്റെ കുഴി നിർമ്മാണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഇത് സക്സസ് ആണ് എന്നാണ് പറയുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി സ്ഥലത്ത് തന്നെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിർമ്മിക്കുന്ന ഒരു വേസ്റ്റ് കുഴിയാണ്. അതുപോലെ തന്നെ ഇത് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് ഇതിലെ വേസ്റ്റ് നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഒരു ഇത്തിരി വെണ്ണീര് നമ്മൾ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വളമായിട്ട് പെട്ടെന്ന് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ 4 വീട്ടിലും ഈ ഒരു സംവിധാനം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അവർക്ക് ഒരുപാട് പണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 4 വീടിന് ഒരേ സമയം ഒരേ ദിവസം തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളൊരാളും 5-8 വർക്കേഴ്സും അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കുറഞ്ഞ സ്പേസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതി ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ. ഇനി ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ചാരം എടുക്കുന്ന വളം എടുക്കുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.